ഏറ്റവും പ്രിയപ്പെട്ടവരെ, നവരാത്രി ദിനാശംസകൾ. തലസ്ഥാന നഗരിയിലെ ബ്രഹ്മാണ്ഡ ബൊമ്മക്കുലു കാണാം. വീട്ടിലേക്ക് കടന്നു വരുന്ന അപരിചിതരെയും ദേവീദേവന്മാരായി സങ്കല്പിച്ച് മംഗളപ്പൊരുക്കൾ നൽകി സ്വീകരിച്ച് കാൽതൊട്ട് വണങ്ങുന്ന പഴയ സംസ്കാരം അടുത്തറിയാം. പോകാം വീഡിയോയിലേക്ക്. ഫിനാൻഷ്യലി ഉള്ള ഭദ്രതയാണ് ഏറ്റവും വലുതായിട്ടുള്ള. അപ്പൊ നമ്മൾ ഉണ്ടിയല് തന്വിക്കും മാതങ്കിക്കും കൂടെയാണ്. നവരാത്രി ദിനങ്ങളിൽ സന്ദർശകരെയൊക്കെയും വെത്തിലപ്പാക്ക് നൽകി ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു വീട് തിരുവനന്തപുരത്തുണ്ട്. ഇവിടെയാണ് ഏറ്റവും വലിയ ബൊമ്മക്കുലു ഉള്ളത് കേട്ടോ. ഇത് തിരുവനന്തപുരം പേട്ട കവരടി ജംഗ്ഷനടുത്ത് മേലാങ്കോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിന് സമീപത്തായിരിക്കുന്ന വീടാണ് ശക്തികൃപ. 7000-ലധികം വരുന്ന ബൊമ്മക്കുലുകൾ ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുകയാണ്. നമസ്തേ, ഞാൻ കുട്ടു വീരശൈവ. ഇതിന്റെ വീടായ ശക്തികൃപയാണ്. 7000-ൽ പരം ബൊമ്മകൾ അണിനിരത്തിക്കൊണ്ടുള്ള 9 തീമായിട്ടാണ് ഈ വർഷം ബൊമ്മക്കുലു ഒരുക്കിയിട്ടുള്ളത്. ഇത് ശൈവിസം ജെയിൻസ് എന്ന് പറയുന്ന നായന്മാർകൾ സെറ്റ് എന്ന് പറയും. 63 നായന്മാർകൾ പ്ലസ് തൊണ്ടറകൾ, അങ്ങനെ 72 പേരുണ്ടാവും. 18 സിദ്ധറുകളാണിത്. പിന്നെ ഇത് വൈഷ്ണവ ലോകം, വിഷ്ണു, മഹാവിഷ്ണു, അതുപോലെ കൃഷ്ണൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീ രാമായണം വരെ ഫുൾ സെറ്റായിട്ട് ചെയ്തിട്ടുള്ള നരസിംഹമൂർത്തിയുടെ വിവിധ രൂപങ്ങള്. ഇതില് ഗണപതി കളക്ഷൻസ് ആണ്. 150-ൽ പരം ഗണപതികളെല്ലാം യുണീക്ക് ആയിട്ടുള്ള. ശക്തികൃപയിലെ ഈ ബൊമ്മക്കുലുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യുണീക്ക് ആയിരിക്കും. ഒന്നിനെ പോലെ വേറെ ഒന്ന് ഉണ്ടാവത്തില്ല. മുരുകൻ വള്ളി ദേവയാനയോട് മയിൽമേല വരുന്നതായിട്ട് വാരാഹി ദേവി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, ബസവേശ്വരൻ, വീരശൈവ മഠാധിപതിയാണ്. ഗണപതിയിൽ തന്നെ ഈ ഡോക്ടർ, മരുന്നും മന്ത്രവും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ന്യായം നീതിക്കായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഗണപതി. ആദ്യന്ത പെരുമാളെന്ന് പറയും. പകുതി ഗണപതി, പകുതി ഹനുമാൻ സ്വാമിയാണ്. ഇത് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണത്. ഇത് ഒരുപാട് പഴക്കം ചെതിര. ഇതിന്റെ ഒരു മുഖം ലക്ഷണമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോഴുള്ള വിഗ്രഹം അല്ല ഇത്. ഇപ്പോൾ ഉള്ളതൊക്കെ കണ്ടോ ഇങ്ങനെ ഫ്ലൂറസെന്റ് കളറായിരിക്കും. അതിലുള്ള വ്യത്യാസം ഇതാണ്. ഇപ്പോഴും പഴയ കാലത്തെ ബൊമ്മകളൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 75 വർഷത്തിൽ കൂടുതൽ പഴക്കം ഇത് നിലവിലുണ്ട്. ദശാവതാരം ഈ സൈസിലൊന്നും ഇപ്പൊ കിട്ടാറില്ല. ഏതാണ്ട് 1.5 അടിയോളം ഹൈറ്റ് ഉണ്ട്. ഇത് കൽവി മണ്ഡപം, എഡ്യൂക്കേഷന് പ്രാധാന്യം, നമ്മുടെ ഹൈന്ദവത്തില് എഡ്യൂക്കേഷനും കൂടെ പ്രാധാന്യമുണ്ട് എന്നുള്ള ഇതാണ്. ഇത് എന്റെ ഒരു വിഗ്രഹമല്ല, ഇതിന്റെ ഒരു പ്രൊഫഷനും കൂടെയാണ്. ക്ഷേത്ര അലങ്കാരം, ക്ഷേത്ര ഉത്സവ അലങ്കാരങ്ങൾക്കെല്ലാം ഇതുപോലെ ദേവീ ദേവന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ വച്ചൊരുക്കി പല്ലക്കുകളും തേരും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത്. ഇതൊരു വിഗ്രഹമേ അല്ല, മുഖം തനി, കൈ തനി, കാല് തനിയായിട്ട് ഒരു സെറ്റിംഗ് ആണ് അത് ആക്ച്വലി. അതിൽ ദേവി എഴുത്താണി കൊണ്ട് ഓല എഴുതി ഗണപതിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഗണപതി അത് എഴുതുന്ന ഭാവവും, അതുപോലെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വീണ വീട്ടുന്ന ആഞ്ജനേയം, എലിവാഹനം വരെയും ബുക്ക് പഠിക്കുന്നതാണ്. ഈ വർഷത്തെ കാശി യാത്ര ഗണപതി എന്നുള്ളതാണ്. ഈ നവരാത്രി കാലഘട്ടത്തിൽ മാത്രമേ ഈ ബൊമ്മകൾ ഇത്രയും കാണാൻ പറ്റത്തുള്ളൂ. കാർ പോർച്ചാണ് ഇപ്പം കാണുന്നത്. ആ ഡ്രോയിങ് റൂമും കഴിഞ്ഞ് ഹോളും കഴിഞ്ഞ് ഇപ്പൊ ഈ വർഷം ഡൈനിങ് ഏരിയയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഗണപതിയിൽ തന്നെ 740-ൽ പരം ചെറിയ ഗണപതികളെ അതിൽ വെച്ചേക്കുന്നതാണ്. നമ്മുടെ വീടിന്റെ പാരമ്പര്യ ഗുരു എന്ന് പറയുന്ന പടി ഗുരുവാണ്. കുംഭം വെച്ച് വഴിപെടുന്ന ഗുരുവാണ്. ഇവിടെയാണ് വാടാവിളക്ക് വെച്ച് ഈ നവരാത്രി കാലഘട്ടത്തിൽ 9 ദിവസവും വിളക്ക് അണയാതെ വാടാവിളക്കായിട്ട് വെച്ച് വഴിപെടുന്ന നമ്മുടെ പാരമ്പര്യ ഗുരുവാണ്. ഈ ഗുലുവില് ഏറ്റവും കൂടുതലായിട്ട് അമ്മൻ ഗുലുവാണ് കൂടുതൽ. മലയാളികൾ എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ആട്ടുകല്ല്, തിരുവക്കല്ല്, അതുപോലെ തന്നെ നനകല്ല്, തുണി അലക്കുന്നത്, പിന്നെ ഒരള്, അമ്മി, അങ്ങനെയുള്ള ഓരോന്ന്. ഇത് എന്റെ വീട്ടിലെ കുടുംബ തേവാരമാണ്. 3 ഫാമിലി ഒരുമിച്ച് താമസിക്കുന്ന വീടാണ്. ഈ വീടിന്റെ നടുപ്പെര എന്ന് പറയും, അതായത് നടു അരങ്കെന്ന് പറയും. ആ അരങ്കിലിരിക്കുന്ന കുലദേവതയാണ് പേട്ട മേലാങ്കോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിലെ ചെമ്പകവല്യമ്മൻ, നീലാപിള്ളை നീലിയമ്മൻ, വേപ്പിലൈ മാരിയമ്മൻ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീട്ടില് ഈ ദേവതകളെയൊക്കെ വെക്കാമോ, ദോഷമല്ലേ? തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്നാണ്. പൂജാമുറിക്ക് നേരെ കാല് നീട്ടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമില്ലാത്ത ഒരു ഭാഗം നോക്കി നമുക്ക് കാല് നീട്ടാൻ പറ്റും? ഇല്ല. ഇപ്പം എല്ലാത്തിനും തൂണിലും തുരുമ്പിലും വിശ്വാസമുണ്ട്, അത് ഈശ്വരനുണ്ടെന്നുള്ള സങ്കല്പമാണ് നമുക്കെല്ലാം. മനുഷ്യരെ മാത്രം ഭയന്നാ മതി, ഈശ്വരനെ ഭയക്കേണ്ട ഒരു കാര്യമേ നമുക്കില്ല. ഭക്തിനെക്കാട്ടി അപ്പുറം ഒരുതരം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ദൈവത്തിനോട് കാണിച്ചിരുന്നാൽ ആ ദൈവം അതുപോലെ സ്നേഹിക്കും. പഴയ വീടുകളിലൊക്കെ ഈ കാളിയുടെ ഒരു ഫോട്ടോ എങ്കിലും ഇല്ലാത്ത വീടുകളില്ലായിരുന്നു. പുതുതായിട്ട് ചെയ്തിട്ടുള്ള ഈ ബ്രാസ് ഗോലു എന്നുള്ള ഒരു തീമിൽ വരുന്നതാണ്. ഈ ഭാഗം പുതുതായിട്ട് ഈ വർഷം ചെയ്തതാണ്. എൻ്റെ ഒരു 4 വർഷത്തെ
ഒരു പ്രയത്നമാണ് ഈ ഒരു പിത്തള വിഗ്രഹങ്ങൾ ഫുള്ളായിട്ട് എനിക്കൊരു ഗൊലു വെക്കണം. കോസ്റ്റ്ലിയാണ്, വിഗ്രഹത്തിനെക്കാട്ടിയും കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ളതിൽ 4 വർഷമായിട്ട് കളക്ട് ചെയ്ത് ഇതൊന്നും ഇതിന് മുന്നേ വെക്കാതെ മാറ്റി മാറ്റി രഹസ്യമായിട്ട് വെച്ചിട്ട് ഈ വർഷം ഒരു പടി ഇറക്കിയതാണ്. പഴയ കാലത്തുള്ള പിത്തളയിലുള്ള തൂക്കുപാത്രം, ലഞ്ച് ബോക്സ്, ടിഫിൻ കരിയർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പിത്തള ഗുലുവാണ് ഇതില് 108 ഗണപതി ഒക്കെ ഏറ്റവും 1 ഇഞ്ച് ആയിട്ടുള്ള ഗണപതിയും ഒക്കെ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പഴയ പാക്ക് വെട്ടി, വെറ്റില പാക്ക് മുറുക്കുമ്പോൾ ആ പാക്കിനെ വെട്ടാൻ യൂസ് ചെയ്യുന്നുള്ള പാക്ക് വെട്ടി. കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ബൊമ്മക്കുലു കാണാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഏത് സമയം വന്ന് കാണാം. രാവിലെ 6:30 മുതൽ രാത്രിയിൽ 1 മണി വരെയും സന്ദർശകർക്ക് അലൗഡ് ആണ്. എല്ലാവർക്കും വന്ന് കാണാം. നമുക്ക് ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ എന്ത് സംശയങ്ങൾ ചോദിച്ചിട്ടും ഓരോ പടികളും അത് തുറന്ന് പറഞ്ഞു തരാനും അത് എന്താണ് എന്ന് നിന്റെ അടുത്ത് ചോദിച്ചിരുന്ന ഏതൊക്കെ വിഗ്രഹങ്ങളാണെന്ന് ചോദിച്ചിരുന്നാലൊക്കെ എനിക്ക് പറയാൻ ഒരുപാട് സന്തോഷമാണ്. പിന്നെ എൻ്റെ ഒരു റിവൈസിങ് കൂടെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും മറന്നു പോകത്തില്ല. എത്രയും എനിക്ക് സ്വിച്ചിട്ടാ പറയുമ്പോഴുള്ള രീതി ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഈ ഒരു നവരാത്രി ഓരോരുത്തർക്കും ഓരോ കളക്ഷനിലോട്ട് താല്പര്യം ഉണ്ടായിരിക്കും. എനിക്ക് ഈ ബൊമ്മക്കുലു എന്ന് കേട്ടിരുന്നാല് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷനാണ്. ഓരോന്ന് എങ്ങനെയെങ്കിലും പറക്കി വെക്കുന്നതല്ല ഈ ഒരു ബൊമ്മക്കുലു എന്നുള്ള. ഓരോ പടികളിൽ ഇന്ന വരാൻ പാടുള്ളൂ, ഒരു ബൊമ്മ വെച്ചിരുന്നാൽ വേറെ ഒന്നും മറയ്ക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലായിരുന്നാലും നമ്മൾ കാരണം വേറൊരാൾക്ക് ഉണ്ടാകുന്ന വെളിച്ചങ്ങളോ അവരുടെ വളർച്ചയ്ക്കോ തടസ്സം വരാൻ പാടില്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന ബൊമ്മകളെ കൊണ്ട് മറച്ച് ആ ബൊമ്മ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഇതിൽ മനസ്സിലാക്കുക. ജസ്റ്റ് എല്ലാവരും വന്ന് ആ ഒരു നല്ല ഭംഗിയുണ്ട്, ഒരു 10 ഫോട്ടോ അതൊക്കെ. പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരുപാട് പേര് മനസ്സിലാക്കി ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതുവഴി ഈ ഒരു വീഡിയോസിലൊക്കെ കൂടെ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് അറിവുകൾ എത്തിക്കാൻ പറ്റുന്നുണ്ട്. നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഒക്കെ ഇതിന് ഒരു വലിയൊരു വേദിയാണ്. അതിൽ നമുക്കൊരു ഒരുപാട് സന്തോഷമാണ്.